ഞാനും അമ്മുക്കുട്ടനൂടെ വന്നതേ. അമ്മുക്കുട്ടനും ഒക്കെ കഴിക്കേണ്ടതേ. കണ്ടോ, ഇത് ബ്രഹ്മി. ഇതാണ് ബ്രഹ്മി. കണ്ടോ, നമ്മൾ ഈ ചട്ടിക്കകത്ത് ഇതിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക. കണ്ടോ ഈ ബ്രഹ്മി. ഇതിങ്ങനെ പറിച്ചെടുത്തിട്ട് ഇതിങ്ങനെ പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകണം. ഒട്ടും മണ്ണും കൊച്ചു കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഇതിങ്ങനെ നിരത്തി വെക്കണം. കഴുകി നന്നായിട്ട് കഴുകി വെച്ചിട്ട് ദേ ഇങ്ങനെ വേറൊരു തുണി കൊണ്ട് ഇങ്ങനെ മൂടണം. ഇങ്ങനെ മൂടിയിട്ട് വേണം തണലത്ത് വെച്ചിട്ട് ഉണങ്ങണം. വെയിൽ കൊള്ളിക്കരുത്. ഇപ്പോഴത്തെ വെയിലിൽ ഭയങ്കര ചൂടല്ലേ. ഈ വെയിൽ കൊണ്ടാൽ ഇതിൻ്റെ ആ ഗുണമെല്ലാം അങ്ങ് പോകും. നമ്മൾ കൊച്ചു കുട്ടികൾക്ക് സുധാകൃത നെയ്യ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയല്ലേ, അത് ഈ ബ്രഹ്മിയാണ്. ആ ബ്രഹ്മിയുടെയാണ് ബ്രഹ്മി. ഇത് കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പോകുന്ന കൊച്ചു കുട്ടികൾക്കും ഒക്കെ കൊടുക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കഴുകി നന്നായിട്ട് ഇത് പറിച്ചെടുത്ത് കഴുകി ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഇത് കണക്ക് വേറൊരു ദിനശീലയിട്ട് ഇങ്ങനെ മൂടണം. മൂടിയിട്ട് തണലത്ത് വെച്ച് വേണം ഉണങ്ങാൻ. വെയിലത്ത് ഒത്തിരി ഇപ്പം ഭയങ്കര ചൂടല്ലേ, ഇത്രയും വെയിൽ കൊള്ളാൻ പാടില്ല. അങ്ങനെ വെയിലത്ത് വെച്ച് ഉണങ്ങി പൊടിച്ച ബ്രഹ്മിയായത്. ഇതേപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് ഇത് കണക്ക് ഇത് തേനാണ്, ചെറുതേ. ഇത് ഇങ്ങനെ ഇത്രയും ആകാവുള്ളൂ, ഒത്തിരി വേണ്ട. കണ്ടോ ഈ ശകലം ഇത്രയും മതി. ഇത്രയും മതി. ഇത്ര ഇങ്ങനെ എടുത്തിട്ട് അമ്മുക്കുട്ടൻ തരാം. അമ്മുക്കുട്ടി തരാം അമ്മുക്കുട്ടന് കേട്ടോ. ഇത് ചെറുതേനാണ്. ഇത് ഈ കുപ്പിയിലെടുത്തെന്നുള്ളതേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ഒരു തുള്ളി ചെറുതേൻ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കണം. ഇപ്പം ഇച്ചിരി കുറവാണ്, ഇച്ചിരി കൂടെ ഒഴിക്കണം. കൊച്ചുങ്ങൾ കഴിക്കണമെങ്കിൽ ഇച്ചിരി മധുരമൊക്കെ വേണ്ടേ. ഇതിന് ഭയങ്കര കയ്പാണ്. അതിനാണ് ചെറുതേൻ ഉപയോഗിക്കുന്നത്. കണ്ടോ, അമ്മുക്കുട്ടി കഴിച്ചേ. അമ്മുക്കുട്ടൻ കഴിച്ചേ. എങ്ങനെയാ കഴിക്കുന്നത്? കണ്ടോ, ഇങ്ങനെ കുട്ടികളുടെ നാവിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അങ്ങനെ ഇത് കഴുകണം. കണ്ടോ, ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്ത് വെക്കണം. പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണം.